अरे सायन ओडिचपो गिर्र हिंदी पढ़ना भाषा कौन सा भाषा? आपका भाषा क्या भाषा? किधर है? तुम्हारा गांव किधर है? बांग्लादेशी। तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? दो ठोक हमारे था बांग्लादेशी और बांग्लादेशी। दो ठोक आपका बांग्लादेशी? हाँ അഞ്ച് RSSകാരെ പൊക്കിയിട്ടുണ്ട്. ഇത് പാലക്കാട് ജില്ലയിൽ നടന്നതാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചിട്ടാണ് ആളെ മർദ്ദിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശികളാണെങ്കിൽ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഉണ്ടാക്കാൻ നിയമ സംവിധാനങ്ങൾ എന്ത് ഇതിനുള്ളതാണ്? പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക. എന്തിനെങ്കിലും മർദ്ദിക്കുന്നത്? അന്ന് മധുവിനെ എല്ലാരും തല്ലിക്കൊന്നപ്പോ എന്തായിരുന്നു നാക്ക്? ഇപ്പൊ ആർക്കും നാക്കില്ല. ഇവിടെ ആ മനുഷ്യന് എന്തൊക്കെ ചെയ്തിരിക്കുന്ന അറിയോ? അയാളുടെ ശരീരത്തിലെ ഏറ്റ പാടുകളെ കുറിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞുതരാം. തല മുതൽ കാല് വരെ 40ഓളം മുറിവുകള്, പുറം മുഴുവൻ വടി കൊണ്ട് അടിച്ച പാടുകള്, ശരീരമാകെ ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും അടയാളങ്ങള്. പാലക്കാട് ആൾക്കൂട്ട മർദ്ദനം, കൊലപാതകം. എന്തുവാടേ ഇത്? എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടുണ്ട്. അതിവിടെയുള്ള RSSകാർ എടുത്തിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കുത്തി മറിയുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ 5 RSSകാർ ചേർന്നുകൊണ്ട് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊന്നിരിക്കുക. അയാളെല്ലാം മോഷണം നടത്തിയിട്ടുണ്ടോ? വല്ലവരും കയറി പിടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ എന്തുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം എന്നുള്ളത്? ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണം. നിങ്ങളങ്ങ് കയറി അടിക്കുക. ഒന്നിനും വെറുതെ വിട്ടില്ല. ഒക്കെയും പോലീസ് പൊക്കിയിട്ടുണ്ട്. വീഡിയോ കാണിച്ചു തരാം. कस्टडी में ഇവനൊക്കെ നാളെ നമ്മുടെ മുന്നിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഈ ഊളത്തരം കാണിക്കുന്നുള്ളതാണ്. ഒരാൾ ഒരു നേരത്തിന് ഭക്ഷണത്തിന് വേണ്ടി ആ ഭക്ഷണം കട്ടുമെന്ന് ആരോപിച്ചിട്ടാണ് ഒരു കൂട്ടം നാറികൾ അയാളെ കൊന്നത്. അയാൾക്ക് ഇപ്പോൾ നീതി കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഇനി ഈ നാറികൾ നാളെ ഇറങ്ങി നടക്കും. പാലക്കാട് ജില്ലയാണ്. എന്റെ വീടിന്റെ അടുത്ത് അധികം ദൂരമൊന്നുമില്ല ഈ പാലക്കാട്. ഇതൊക്കെ കാണുമ്പോ സത്യം പറയട്ടെ, നമുക്കിന്നെ രക്തം തിളക്കി എന്നുള്ളതാണ്. എടോ, എന്ത് വലിയ തെറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. എന്തിനാണ് ഈ അടിച്ച് കൊല്ലാനൊക്കെ നിൽക്കണത്? അയാൾ ഒരു നേരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളാ. അയാൾ ഇന്ത്യക്കാരനാണ്. നിങ്ങൾ ബംഗ്ലാദേശി ആണെന്ന കൂട്ടിക്കോ. നിങ്ങൾക്ക് ആരാണ് തല്ലിക്കൊല്ലാൻ ഈ അധികാരം തന്നിട്ടുള്ളത്? അയാളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? അയാൾ കഷ്ടപ്പെടാൻ വന്നതാ. അയാൾ അവിടുന്ന് കിട്ടുന്ന ഈ ഒരു സമ്പത്ത് എത്രയാണ് ഉണ്ടാക്കുക? തുച്ഛമായ സമ്പത്താവും. ഇത് നേരെ നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അയാളുടെ ഭാര്യ മക്കളുണ്ടാവും. അയാളുടെ അമ്മ അച്ഛന്മാരുണ്ടാവും. നമ്മൾ നാളെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ഗൾഫിൽ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ? നമ്മളെ നാളെ ഇങ്ങനെ ചെയ്ത എന്താ അവസ്ഥ? ഈ വംശഹത്യയുടെ പേരും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മലയാളികളെ ഇന്ത്യക്കാരൊക്കെ ഇപ്പോ മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചു ഓടിക്കുന്നത് കാണുമ്പോൾ നമ്മളിവിടുന്ന് കരയുന്നില്ലേ? നമ്മളിവിടെ ഭയങ്കര ബഹളം വെക്കുന്നില്ലേ? എന്തിനു പറയുന്നു? ഓസ്ട്രേലിയയിൽ മലയാളികളൊക്കെ വെടിവെച്ച് കൊന്ന അവസ്ഥ പോലും ഉണ്ട്. നമ്മളൊരു തെറ്റും ചെയ്യാതെ അവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 100 നാക്കാം. നമുക്ക് നേരെ അവരിങ്ങനെ മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തുള്ള അയൽ സംസ്ഥാനത്തുള്ള ആളുകൾ ഈ സംസ്ഥാനത്തേക്ക് ജോലിക്ക് വന്ന് അവർ ചെയ്യുന്ന ഊളത്തരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പോലീസിൽ പരാതിപ്പെടണം. അതല്ലാതെ അവരെ കയ്യേറ്റം ചെയ്ത് നമുക്ക് എന്ത് അവകാശമുള്ളത്? സംഭവം ശരിയാണ്. കുറെ നാറികൾ ഓരോ കുരുത്തക്കേടും കാണിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറെ കേസിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസുകാരെ വരെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിയമത്തിന്റെ കയ്യിലെടുക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൃത്യമായി നിയമം ഒരു 70% പാലിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളത്. നമ്മൾ നമ്മുടെ പേര് കളയാണ്. ഇപ്പോ മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം വെക്കുമ്പോ സ്വന്തം രാജ്യത്ത് അതേ കാവിച്ചാറിട്ടിട്ട ആളുകളാണ് ഇവിടെയും തല്ലാൻ പോയത്. അവിടെ ബംഗ്ലാദേശില് മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരാളെ കൊന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു.
ആ വീഡിയോ കേരളത്തിലുള്ള കുറെ സംഖ്യകൾ ഷെയർ ചെയ്തിട്ട് മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ പറ്റൂല, നാളെ മലപ്പുറം ജില്ല ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം നാറികളുണ്ട്. അവരൊന്ന് ഇങ്ങോട്ട് നോക്ക്, പാലക്കാടൊക്കെ നോക്ക്. ഒന്നും അറിയാത്ത ഒരെണ്ണത്തിനെ അടിച്ചാണ്ട് കൊന്നില്ലേ? ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലം നിങ്ങൾക്ക് ആരാ റൈറ്റ് തന്നിട്ടുള്ളേ? ഈ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക മക്കളെ, കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ചില ആളുകളൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാര്യം പറയണം, വകതിരിവുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് വേണം, വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസവും വകതിരിവില്ലാത്ത ആളുകൾ ഉണ്ടായിപ്പോയാൽ ഇങ്ങനെ കുറെ സംഭവിക്കുന്നുള്ളതാണ്. അതിൽ കണ്ടില്ലേ പ്രായമായ ഏതൊരു തന്തപ്പൊടിയൊക്കെ ഉണ്ടതില്. അയാളൊക്കെ എന്തുവാടേ, ഒരു ആൾക്കൂട്ട മർദ്ദനാവുമല്ലോ, ആരും അറിയില്ല, ആരും ഒന്നും പറയില്ല എന്നുള്ള ധാരണയില്ല. കേസ് വരുമ്പോ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് വെറുതെ വിടുന്നുള്ള ധാരണയില്ല. അങ്ങനെ ആ വീഡിയോ എടുത്തല്ലോ, അത് നന്നായിടാ, നീ വീഡിയോ എടുത്ത ചെയ്തല്ലോ. ഹിന്ദി പോയിട്ടൊരു തീട്ടം പോലും അവന് പറയാറില്ല. ഹിന്ദി പറയണേ, അവന്റെ ഹിന്ദി കേട്ടില്ല നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ സ്കൂളിൽ പഠിച്ച ഹിന്ദി അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലൊക്കെ പഠിച്ച ഹിന്ദി അത് മാത്രമാവും ഈ ഹിന്ദിക്കാർ മൊത്തം പറയാന്നുള്ളതാ. അവർക്ക് അവരുടേതായ സ്ലാങ്ങുകൾ ഉണ്ടാവും, ആ സ്ലാങ്ങിൽ അവർ സംസാരിക്കും, നമുക്കത് മനസ്സിലാവണമെന്നില്ല. ഇതൊക്കെ കണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഹിന്ദിക്കാർ മൊത്തം ബംഗാളികളാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി എന്നുള്ളതാ. ശരിക്കും ഇവിടെ ബംഗാളി ഇല്ലേ, ബംഗ്ലാദേശികൾ, അവരോട് വരുന്നത് നമുക്ക് ശരിക്കും നല്ല അപകടം തന്നെയാണ്. അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് അവസാനിപ്പിക്കുക തന്നെ വേണം. കേരളത്തിൽ അവരുണ്ടെങ്കിൽ അവരോടൊന്ന് ഓടിക്കുക തന്നെ വേണം, ഒരു തർക്ക കാര്യത്തിലുണ്ട്. കാരണം അമ്മാതിരി കൂടത്തരം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എന്താണ് ഏതാണെന്ന് അറിയാതെ ചെയ്യരുത് ഇമാതിരി കൂടത്തരം. എന്തായാലും അനുഭവിച്ചോ, അഴിക്കുള്ളിൽ കെടുന്ന അനുഭവിച്ചോ. ഒരു മനുഷ്യൻ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെയാണ് അതിക്രൂരമായിട്ട് കൊന്നിട്ടുള്ളത്, അടിച്ച് കൊന്നിട്ടുള്ളത്. അയാൾ ചോര കർദ്ദിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. നാളെ നീയൊക്കെ ഇതിന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിനക്ക് പടച്ച തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം എന്നൊന്നും ഉണ്ടെങ്കിൽ നിനക്ക് തന്നിരിക്കും. നിനക്ക് ദൈവം തന്നിരിക്കടാ, പൊഴുത്തിട്ടേ നീയൊക്കെ തീരുള്ളൂ. അയാളിന് എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരു ബോധം ഉണ്ടായാൽ നിനക്കൊക്കെ നല്ലത്. അത്രക്ക് പ്രാക്ക് കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. നിന്റെ 7 തലമുറ ഒക്കെ, അതായത് ആ തല്ലിക്കൊന്ന ആളുകളുടെ 7 തലമുറ നശിക്കുന്നൊക്കെയാണ് കമന്റ്. നീയൊക്കെ എടുത്തു ചാടി ചെയ്യുന്ന ഇമാതിരി ഊളത്തനം കാരണം നിന്റെ വീട്ടുകാരൊന്നും അറിയാത്ത നിന്റെ വീട്ടുകാർ പോലും ഈ ശാപത്തിൽ വന്ന് വീണെടുക്കുക എന്നുള്ളതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഇന്നലെ വന്നതാണ്, ഞാൻ വയ്യാതിരിക്കുക എന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൂടാതെ തന്നെ ശ്രീനിവാസന്റെ മരണത്തിൽ നമുക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ ചെയ്യേണ്ടെന്നുള്ള ധാരണ ഇരുന്ന. പക്ഷെ ഇത് കണ്ടിട്ട് ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയണം. ഇപ്പൊ ഒരുപാട് ആളുകൾ അവളോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവളോടൊപ്പം എന്ന് പറയുന്ന ആളുകൾ ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴെങ്കിലും ഒന്ന് പ്രതികരിക്കുക എന്നുള്ളതാ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ